ഇത്രമാത്രം പാരസ്റ്റമോൾ ഇത്രയും ദിവസം നമുക്ക് സേഫായിട്ട് കഴിക്കാമെന്നുള്ളതിന്റെ പഠനങ്ങളുണ്ട്. അങ്ങനെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചില വ്യക്തികളിൽ പാരസ്റ്റമോൾ ഡോസ് കുറയ്ക്കണമെന്നുണ്ട്, ചില വ്യക്തികളിൽ ഡ്യൂറേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ദിവസങ്ങളും കുറയ്ക്കണമെന്നുണ്ട്. അതിന് പകരം നമ്മളൊരു ആയുർവേദം മരുന്നെടുത്ത് ഒരു ട്രഡീഷണൽ മെഡിസിൻ, ഇപ്പൊ വിൽവാദി ഗുളിക അല്ലെങ്കിൽ ഒരു ധന്വന്തരം ഗുളിക, അവരതിന് ഗ്യാസിന് കൊടുക്കുന്നു, പനിക്ക് കൊടുക്കുന്നു. പക്ഷേ ആ ഒരു ഗുളികയ്ക്കകത്ത് 4-5 തരത്തിലുള്ള ചെടികളുണ്ട്. ഒരു ചെടിക്കകത്ത് ആയിരക്കണക്കിന് നാച്ചുറൽ കെമിക്കൽസ് ആണ്. അപ്പൊ ആ ഒരു ഗുളികയ്ക്കകത്ത് 10,000-കണക്കിന് കെമിക്കൽസ് ആണ്. ഒരു 2 ആഴ്ചയായിട്ട് ജോണ്ടിസ് തുടങ്ങി. ജോണ്ടിസിന്റെ കൂടെ ഈ പിച്ചും പേയും പറയുന്നത് ഒട്ടും നല്ല സൈൻ അല്ല. അതിന്റെ അർത്ഥം ബ്രെയിനും ഫെയിൽ ആയെന്നാണ്. അപ്പൊ ബ്രെയിൻ ഫെയിലർ സംഭവിച്ചു തുടങ്ങിയാൽ അതിന്റെ അർത്ഥം അത് അക്യൂട്ട് ലിവർ ഫെയിലർ എന്ന് പറയും. അതായത് ഹെൽത്തി ആയിട്ടിരുന്ന ഒരു ലിവർ പെട്ടെന്ന് ഫെയിൽ ആവാൻ തുടങ്ങി എന്നുള്ളതിന്റെ വലിയൊരു സൈനാണ്. ഇപ്പൊ ചിറ്റാമൃത് ഈ ചുമയ്ക്കും പനിക്കും അതിനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ചിറ്റാമൃതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര ലിവർ ടോക്സിക് ആണ് ഈ സാധനം. അതിനകത്ത് ഫ്യൂറനോ ഡൈറ്റെർപിനോയിഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്. ഈ ഫ്യൂറനോ ഡൈറ്റെർപിനോയിഡിന്റെ ഒരു പ്രത്യേകത, അത് ലിവറിൽ സിവിയർ ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഈ ABC ജ്യൂസ് കഴിക്കുന്ന ആൾക്കാരോട് ഇതാണ് പറയാനുള്ളത്: ആപ്പിൾ കഴിച്ചോ, ബീട്രൂട്ട് കഴിച്ചോ, ക്യാരറ്റ് കഴിച്ചോ, നമ്മുടെ തോരനിലോ സാലഡിലോ ഒക്കെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം കൂടി എടുത്ത് അടിച്ച് കഴിച്ച് ഇതുപോലെ മഞ്ഞച്ച് ഡോക്ടർമാരെടുത്ത് പോകരുത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളോട് ഇന്ന് ചേർന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ R.T. ഫിലിപ്സ് ആണ്. സർ, വെൽക്കം ടു മറുനാടൻ മലയാളി. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ തവണ ഹെർബാ ലൈഫുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരും ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ കടന്നുപോയവരെ കണ്ടു. പക്ഷെ ബഹുഭൂരിപക്ഷവും സാറ് പറഞ്ഞതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്തെ എന്താ പറയാ, പച്ചമരുന്നുകളും ഹെർബൽ പ്രൊഡക്ട്സും ഒക്കെ മോശമാണെന്നും പണ്ടത്തെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞൊരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം മുഴുവനായും ചീത്ത വിളിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ നാച്ചുറൽ എല്ലാം നല്ലതാണെന്ന് പറയുന്നതാണ് അതിന്റെ ആകെത്തുകയിൽ മനസ്സിലാവുന്നത്. നാച്ചുറൽ എല്ലാം നല്ലതാണ് സർ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു 2-3 പോയിന്റ്സ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഒന്ന്, ഈ പണ്ട് യൂസ് ചെയ്യുന്ന ഹെർബൽ മരുന്നുകൾ അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ മരുന്നുകളാണ് സേഫർ, അതിൽ ഗുണങ്ങളുണ്ട്. പക്ഷെ ഈ പുതിയതായിട്ട് വരുന്ന ഈ പ്രൊപ്രൈറ്ററി മരുന്നുകൾ, അതായത് ഇപ്പൊ പല പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഡാബർ ആണെങ്കിലും പതാഞ്ജലി ആണെങ്കിലും അവർ അവരവരുടെ ആയിട്ടുള്ള കുറച്ച് ഹെർബൽ പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ടല്ലോ. അതാണ് പ്രശ്നക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ അതില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം നമ്മളിതൊക്കെ വെറുതെ ഒപ്പീനിയൻസ് അല്ല, അതായത് നമ്മൾ വായി തോന്നിയ പോലെ വിളിച്ച് പറയുന്നതല്ല. ഇതിനൊക്കെ നല്ല അടിസ്ഥാനപരമായ എവിഡൻസ് ഉണ്ട്, നല്ല ഫൗണ്ടേഷനുള്ള എവിഡൻസ് ഉണ്ട്. അതായത് ഇപ്പം ഞങ്ങൾ തന്നെ നമ്മുടെ ഒരു പേപ്പറും അതുപോലെ തന്നെ US എന്നുള്ളൊരു പേപ്പറുണ്ട്. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഹെർബൽ മരുന്നുകൾ, പച്ചമരുന്നുകൾ കഴിച്ച് കരൾ രോഗങ്ങൾ വന്ന വ്യക്തികൾ, കരൾ ഡാമേജ് വന്ന വ്യക്തികൾ, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് വന്ന വ്യക്തികൾ, ലിവർ ഫെയിലർ വന്ന വ്യക്തികളിലൊക്കെ നമ്മൾ 3 തരത്തിലുള്ള പച്ചമരുന്നുകളാണ് കൂടുതലായി കണ്ടത്. ഒന്ന്, പരമ്പരാഗത വൈദ്യന്മാർ കൊടുക്കുന്നത്. അതായത് അവരിങ്ങനെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞും ചെറിയ ബ്രൗൺ കവറിനകത്തൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് പേരോ അതിനകത്ത് എന്താന്നുള്ള ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റോ അതിന്റെ ഡോസോ അങ്ങനെയൊന്നും ഇല്ല. അത് ജസ്റ്റ് ഒരു പൗഡർ അല്ലെ ഒരു കൂട്ടമായിട്ട് ഉണ്ടാക്കി കവറിനകത്ത് ഇട്ടിട്ട് അവർക്ക് കൊടുത്തിട്ട് പറയാണ് ഇത്രയും സ്പൂൺ വെച്ചിട്ട് ഇത്രയും തവണ കഴിക്കുക, ഇത്ര നാൾ കഴിക്കുക എന്ന് എഴുതി കൊടുക്കുന്നു. അതാണ് ഫോക്ലോർ മെഡിസിൻ ആണ് ബേസിക്കലി. അത് പരമ്പരാഗത വൈദ്യന്മാർ കൊടുക്കുന്ന ഒന്നും എഴുതാത്ത ടോട്ടലി അൺലേബിൾഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. രണ്ടാമത്, നമ്മുടെ ഈ ട്രഡീഷണൽ ആയുർവേദിക് മെഡിസിൻസ് ആണ്. ട്രഡീഷണൽ ഉദ്ദേശിക്കുന്നത് ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ, ഈ ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും അവരുടെ ആ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്ന ക്ലാസിക്കൽ ഫോർമുലേഷൻസ്. അപ്പൊ അതിനകത്ത് ധന്വന്തരം ഗുളികയുണ്ട്, വിൽവാദി ഗുളികയുണ്ട്, അശ്വഗന്ധാദി ലേഹ്യമുണ്ട്, അങ്ങനെ പല പല ട്രഡീഷണൽ ഫോർമുലേഷൻസ്. അത് ഒറിജിനൽ ആയുർവേദിക് ഫോർമുലേഷൻസ്. പിന്നെ മൂന്നാമത് പറഞ്ഞാണ് ഈ പ്രൊപ്പറേറ്ററി, അതായത് ഇപ്പം പതാഞ്ജലി ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഡാബർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, പങ്കജ് കസ്തൂരി ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അങ്ങനെ. അപ്പൊ ഈ 3 തരത്തിലുള്ള ഹെർബൽ പ്രോഡക്ട്സും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ശുദ്ധമായ ഹെർബൽ പ്രോഡക്ട്സ് നല്ലതാണെന്നും ഇപ്പോൾ ഉള്ള ഫാക്ടറി മെയ്ഡ് പ്രോഡക്ട്സ് നല്ലതല്ലെന്നും പറയുന്നത് ആക്ച്വലി അതിന് ഒരു ലോജിക് ഇല്ല. അപ്പം ഏത് തരത്തിലുള്ള ഹെർബൽ പ്രോഡക്ട്സ്, ഒന്ന്, ഇതിനകത്ത് ബെനിഫിറ്റ് ഇല്ല. 2, ഇതുപോലെ ദോഷങ്ങൾ ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പൊ അത് ഹെർബൽ പ്രോഡക്ട്സ് ട്രഡീഷണൽ ആണോ പ്രൊപ്രൈറ്ററി അല്ല ഫാക്ടറി മെയ്ഡ് ആണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അതിന്റെ സേഫ്റ്റി പറയുന്നത്. അതിനകത്തുള്ള കൂട്ടങ്ങൾ നോക്കിയിട്ടാണ്. അപ്പൊ അതിനകത്ത് പല പല ബൊട്ടാനിക്കൽസ്, പ്ലാന്റ്, ചെടികൾ, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പല ചെടികളും ഈ കൂട്ടത്തിനകത്തുണ്ട്. അപ്പൊ അതാണ് നമ്മളെ കൂടുതലും കരളിനെ ഹാം ചെയ്യുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റിലുള്ള ഉത്തരം, ഹെർബൽ ഡസ് നോട്ട് മീൻ സേഫ്. അതായത് ഇപ്പം നാച്ചുറൽ ആണ്, പച്ചമരുന്നല്ലേ, നമുക്ക് പ്രകൃതിദത്തമായ
ഒരു ഉൽപ്പന്നമാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാ വെച്ചാല് പാമ്പ് കടിയും കുളവി കുത്തുന്നതും തേനീച്ച കുത്തുന്നതും ഒക്കെ നാച്ചുറലാണ്. ഇടിമിന്നല് ഇതൊക്കെ നാച്ചുറലാണ്. ഇപ്പം കാലിഫോർണിയ നടക്കുന്ന വലിയ തീപിടുത്തം അതൊക്കെ നാച്ചുറലാണ്. അപ്പൊ നാച്ചുറൽ എപ്പോഴും സേഫ് എന്ന് പറയുന്നതും ഒട്ടും ശരിയല്ല, എസ്പെഷ്യലി നമ്മുടെ ഹെൽത്ത് കെയറിലെ ഇങ്ങനത്തെ ഈ പ്രോഡക്ട്സ് വരുമ്പോഴത്തേക്ക്. അപ്പൊ അതിന്റെ മറ്റൊരു ചോദ്യമുണ്ട്. അപ്പോ പാരസെറ്റാമോള് കഴിച്ച് മരിച്ചു, അല്ലെങ്കിൽ അപ്പൊ കെമിക്കൽ എല്ലാം നല്ലതാണോ എന്ന്. കെമിക്കൽ എന്ന് പറഞ്ഞ വർഗീകരണം തന്നെ തെറ്റാണെന്നിരിക്കെ സത്യത്തിൽ ഈ കെമിക്കലായിട്ട് കഴിക്കുന്ന മരുന്നുള്ളൂ അവര് ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പോ പാരസെറ്റാമോൾ കഴിക്കുന്നത് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ലോങ് ടൈമിൽ ഒരു ഇംഗ്ലീഷ് ഇവരെങ്ങനെ അലോപ്പതി മെഡിസിൻ എന്നാണ് പറയുന്നത്, അലോപ്പതി എന്നാണ് പറയുന്നത്. ഒരിക്കലും മോഡേൺ മെഡിസിൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ അലോപ്പതി കഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പം അതും ടോക്സിക് ആണല്ലോ എന്നൊരു വാദം കൂടിയുണ്ട്. ഇതിലും ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. പക്ഷെ ഇതിനകത്തൊന്നും അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അവരെന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഇതിലൊക്കെ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെന്നുള്ളത്. ഒന്ന്, ആദ്യത്തത് പാരസ്റ്റമോൾ. ഇപ്പൊ എല്ലാരും പാരസ്റ്റമോളിന്റെ പൊക്കത്താണ് മെയ്യുന്നത്. പാവം, ഏറ്റവും സേഫസ്റ്റ് മെഡിസിൻ ആണ് ആക്ച്വലി. പനിക്കും വേദനയ്ക്കും അതിനൊരു ഡോസ് ഉണ്ട്, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അതായത് ഇത്രമാത്രം പാരസ്റ്റമോൾ ഇത്രയും ദിവസം നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാമെന്നുള്ളതിന്റെ പഠനങ്ങളും ഉണ്ട്. അങ്ങനെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചില വ്യക്തികളിൽ പാരസ്റ്റമോളിന്റെ ഡോസ് കുറയ്ക്കണമെന്നുണ്ട്, ചില വ്യക്തികളിൽ പാരസ്റ്റമോളിന്റെ ഡോസ് ഡ്യൂറേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ദിവസങ്ങളും കുറയ്ക്കണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പിള്ളേരിൽ നമ്മൾ അഡൾട്ട്സിന് കൊടുക്കുന്ന ഡോസ് അല്ല പിള്ളേരിൽ നേർപകുതിയോ അല്ല അതിലും കുറവായിട്ട് ബോഡി വെയിറ്റ് അനുസരിച്ചാണ് നമ്മളത് കൊടുക്കുന്നത്. രണ്ട്, ഇപ്പോൾ ഒരാൾക്ക് കരൾ രോഗം ഉണ്ടെന്ന് വെച്ചാൽ, അതായത് സിറോസിസ്, കരൾ ചുരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള ഒരു വ്യക്തിയിൽ നമ്മൾ, അതും ആൽക്കഹോൾ മദ്യം കഴിച്ച് കരൾ രോഗമുള്ള വ്യക്തികളിൽ നമ്മൾ പാരസ്റ്റമോളിന്റെ അളവ് കുറയ്ക്കാൻ പറയും. അതായത് അവർക്ക് ഒരു ദിവസം 2 തൊട്ട് 3 ഗ്രാം വരെ കഴിക്കാൻ പാടുള്ളൂ. അത് 3 തൊട്ട് 5 ദിവസം വരെ കഴിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. 4 ഗ്രാമിന് മുകളിൽ പോയാൽ ഓൾറെഡി സിറോസിസ് ഉള്ള വ്യക്തികളിൽ ലിവറിന്റെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അത് കണ്ടറിഞ്ഞ് നമ്മൾ സേഫ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ പല ന്യൂസുകളും ഇപ്പൊ നമ്മൾ വെബ്സൈറ്റിലൊക്കെ പോയി ഗൂഗിളൊക്കെ പോയി അടിച്ചാൽ പാരസ്റ്റമോൾ ലിവർ ഡാമേജ് എന്നൊക്കെ അടിച്ചാൽ ഇഷ്ടംപോലെ പഠനങ്ങളും ഇഷ്ടംപോലെ ന്യൂസ് ഐറ്റംസ് ഒക്കെ കാണാം. ഇപ്പം അത് വരുന്നത് ഈ സാധാരണ രീതിയിൽ പറയുന്ന ഡോസ് കഴിച്ചിട്ടല്ല. പലരും സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്, അതായത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഓവർഡോസ് എടുത്തിട്ടാണ് അങ്ങനെ ഒരു കരൾ രോഗം അല്ല ലിവർ ഫെയിലിയർ വരുന്നത്. അത് കൂടുതലും വെസ്റ്റേൺ പോപ്പുലേഷനിലാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ പാരസ്റ്റമോൾ പോയ്സണിങ് അല്ലെ പാരസ്റ്റമോൾ റിലേറ്റഡ് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ഇവിടെ കൂടുതലും നമ്മൾ കാണുന്നത് ലിവർ ഫെയിലിയർ, ഈ പോയ്സണിങ് അല്ലെ സൂയിസൈഡിന്റെ ഭാഗമായിട്ട് കാണുന്നത് എലിവിഷമാണ്, സിങ്ക് ഫോസ്ഫൈഡ് എന്ന് പറയും. അത് പല ഗവൺമെന്റ്സും ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഒരു റൂൾ ഇറക്കി, അതിപ്പം ഓവർ ദ കൗണ്ടർ അല്ലെ ഓൺലൈനിൽ കൂടെ വിൽക്കാൻ പാടില്ല എന്ന് പറയാം. റാറ്റോൾ എന്ന് പറയുന്ന പോയിസൺ, അത് കഴിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ലിവർ ഫെയിലിയർ വരുന്നത്, സിങ്ക് ഫോസ്ഫൈഡ്. പക്ഷെ വെസ്റ്റില് അത് പാരസ്റ്റമോൾ ആണ്, അവർക്ക് അത് ഈസിലി അവൈലബിൾ. അതുകൊണ്ട് അവിടെ ഇപ്പം നിബന്ധനകളുണ്ട്. നമുക്ക് എല്ലാവർക്കും വെറുതെ പാരസ്റ്റമോൾ ഇത്രമാത്രം മേടിക്കാനൊന്നും പറ്റില്ല, അതൊരു പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആണ് അവിടെ. ഇവിടെ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് അല്ല, നമുക്ക് ആർക്കും പോയി എപ്പോഴും പാരസ്റ്റമോൾ മേടിക്കാം. അപ്പൊ അങ്ങനെയാണ് പാരസ്റ്റമോൾ ദോഷം ചെയ്യുന്നത്. അല്ലാതെ അത് ദോഷകരമായ ഒരു മരുന്നല്ല, അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കെമിക്കൽ, അതായത് കീമോഫോബിയ. എനിക്ക് തോന്നുന്നു ഇതും ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ മൈക്ക്, ഞാൻ ഇരിക്കുന്ന ഈ കസേര, ഞാൻ ഇട്ടേക്കുന്ന ഈ വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ കെമിക്കലാണ്. ഇതിനകത്തെല്ലാം കെമിക്കൽസ് ഉണ്ട്. അപ്പൊ കെമിക്കൽ എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിൽ കുറെ വട്ടന്മാര് സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയ ആൾക്കാർ കൊടുക്കുന്ന സാധനമല്ല. നമ്മുടെ ലോകം മുഴുവനും കെമിക്കൽസ് വെച്ച് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. വി ആർ ഓൾ കെമിക്കൽസ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ മോഡേൺ മെഡിസിനിൽ മാത്രമല്ല കെമിക്കൽസ് ഉള്ളത്, എല്ലാത്തരം മരുന്നുകളിലും കെമിക്കൽസ് ഉണ്ട്. ഇപ്പം ആയുർവേദം ആവട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, സിദ്ധവൈദ്യം, നാച്ചുറോപ്പതിക്കാർ കൊടുക്കുന്നത്, യുനാനി, എല്ലാത്തിനകത്തും ഉണ്ട് കെമിക്കൽസ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന, ഇപ്പൊ മോഡേൺ മെഡിസിൻകാർ കൊടുക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് പഠനങ്ങൾ നടത്തി നമുക്ക് ഗുണകരമായ, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഉള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ പാരസ്റ്റമോൾ എന്ന് പറയുന്ന അസറ്റാമിനോഫൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്, ഒരു കോമ്പൗണ്ടാണ്. ആ അസറ്റാമിനോഫൻ നമ്മുടെ ശരീരത്തിൽ ചെന്ന് അത് ഏത് റിസപ്റ്ററിൽ, ഈ നമ്മുടെ കോശങ്ങളിൽ ഏത് റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, എങ്ങനെയാണ് ആ സെല്ലിൽ അത് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അതിന്റെ മെറ്റബോളിസം, അതെങ്ങനെയാണ് നമ്മുടെ ശരീരം അതിനെ പുറത്താക്കുന്നത്, ഇതെല്ലാം നമുക്കറിയാം പഠനങ്ങളിലൂടെ. പ്രീ ക്ലിനിക്കൽ സ്റ്റഡി ഉണ്ട്, ചെറിയ ആനിമൽസിൽ, സെൽസിലൊക്കെ ചെയ്യുന്നതും, പിന്നെ മനുഷ്യരിലുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ സേഫ് ആയിട്ട് ഈ ഒരു കെമിക്കൽ കൊടുക്കുന്നത്.
പക്ഷെ അതിന് പകരം നമ്മളൊരു ആയുർവേദം മരുന്നെടുത്ത് ഒരു ട്രഡീഷണൽ മെഡിസിൻ, ഇപ്പൊ വിൽവാദി ഗുളിക അല്ലെങ്കിൽ ഒരു ധന്വന്തരം ഗുളിക, അവരതിന് ഗ്യാസിന് കൊടുക്കുന്നു, പനിക്ക് കൊടുക്കുന്നു. പക്ഷെ ആ ഒരു ഗുളികയ്ക്കകത്ത് 4 or 5 തരത്തിലുള്ള ചെടികളുണ്ട്. ഒരു ചെടിക്കകത്ത് ആയിരക്കണക്കിന് നാച്ചുറൽ കെമിക്കൽസ് ആണ്. അപ്പൊ ആ ഒരു ഗുളികയ്ക്കകത്ത് 10,000 കെമിക്കൽസ് ആണ്. നമ്മളിവിടെ കൊടുക്കുന്ന ഒരു കെമിക്കലാണ്, അവരവിടെ കൊടുക്കുന്നത് 10,000 കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ളതിന്റെ ഒരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും സൈഡ് എഫക്റ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഇത് ഉണ്ടാക്കും എന്നുള്ളത്. പക്ഷെ മോഡേൺ മെഡിസിൻ നേരെ തിരിച്ചാണ്. ഇതെല്ലാം പഠിച്ച് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഡോസ് കണ്ടുപിടിച്ചിട്ടാണ് മരുന്ന് കൊടുത്തിട്ട് അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ കെമിക്കൽസ് എന്ന് പറയുന്ന ഈ ആർഗ്യുമെന്റും അവിടെ പാളിപ്പോവുകയാണ്. സാർ, എനിക്ക് ചെറുപ്പത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ ആദ്യം കുറച്ചു നാളൊക്കെ അറിയാമല്ലോ, ഒരു പ്രായം വരെ 16 വയസ്സ് വരെ ആയിരുന്നു കൃത്യമായി എനിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് മുൻപൊക്കെ വരുന്ന സമയത്ത് ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടൊക്കെ എന്നെ ആദ്യം കൊണ്ടുപോയി ആയുർവേദ ട്രീറ്റ്മെന്റിൽ എത്തുന്നു. പിന്നീട് ഞാൻ സിദ്ധവൈദ്യം ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന സൈഡ് എഫക്ട്സിന്. അതിന് വരെ നമ്മുടെ നാട്ടിൽ വരുന്ന ആത്തയില എന്ന് പറയും, ആത്തച്ചക്ക എന്ന് പറയുന്നുണ്ട്, അതിന്റെയൊക്കെ ഇല അരച്ച് കാലിൽ പുരട്ടിക്കുന്നു, കഷായം കുടിപ്പിക്കുന്നു. അപ്പൊ ഇതൊരു 1-2 വർഷത്തോളം ഈ സർക്കസ് ഇങ്ങനെ തുടരുകയായിരുന്നു. അവസാനം എന്റെ ശരീരം ഒരു ഘട്ടത്തിൽ മെലിയും, കാര്യം ഒരു പത്യം പറയും. കുറച്ച് കഴിയുമ്പോൾ തന്നെ വേറെന്തൊക്കെയോ കഴിക്കാൻ പറയും, അപ്പോൾ വണ്ണം വെക്കും. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വയ്യാതെ ആവുന്ന സിറ്റുവേഷനിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവും. നോക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. ഞാൻ ഭയങ്കര അൺഹെൽത്തി ആണെന്ന് പറഞ്ഞു. ഇനിയും അതിന്റെ കൂടെ എന്നെ ഹോമിയോയിലും കൊണ്ട് കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. സത്യത്തിൽ ഇത് എനിക്ക് എന്റെ പേഴ്സണൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മള് ജിമ്മിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ദിവസം നോക്കുമ്പോൾ ഞങ്ങൾക്ക് മഞ്ഞപ്പിത്തം മാറുന്നേ ഇല്ല, എല്ലാ ദിവസവും കീഴാർനെല്ലി അരച്ചു കുടിക്കുന്നയാളാണ്. അത് നമ്മുടെ നാട്ടിൻ പുറത്ത് അവൈലബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ മുതൽ ഇതൊക്കെ സർട്ടിഫൈഡ് ഡോക്ടേഴ്സ് ആണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റത്തില്ല, സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണ്. അപ്പോ സാറിനും കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ സിദ്ധവൈദ്യവും ആയുർവേദം കഴിച്ച് കരൾ നശിച്ച ആളുകളെ രക്ഷപ്പെടുത്തിയ കഥകളും ഉണ്ടാവില്ലേ? ഒന്നുകൂടി പറയാൻ പറ്റും? അതെ, ഇതില് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു തരത്തില് ചില ആൾക്കാരിൽ ഈ ഒരു ബിലീഫാണ്. അതായത് ഇങ്ങനത്തെ ഇതര വൈദ്യങ്ങളിൽ കുറെ കൂടെ ബെനിഫിറ്റ് ഉണ്ട്, സേഫാന്ന് പറഞ്ഞു പോകുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ ഈ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പക്ഷം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് എന്താണ് അസുഖം, ആ അസുഖത്തിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ആ ട്രീറ്റ്മെന്റിൽ എന്താണ് ഓപ്ഷൻസ് ഉള്ളത്, എത്ര നാൾ ട്രീറ്റ്മെന്റ് എടുക്കും, ലൈഫ് ലോങ് ആണോ അതോ കുറച്ച് ദിവസങ്ങളേ ഉള്ളോ കുറച്ച് മാസങ്ങളേ ഉള്ളോ, അപ്പൊ ഇതെല്ലാം പറഞ്ഞ് ആക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം ആൾക്കാരിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇതര വൈദ്യങ്ങളിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം കുറെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പൊ ആസ്തമ, ഇപ്പൊ ഞാനും ഒരു ആസ്തമാറ്റിക് ചൈൽഡ് ആയിരുന്നു, എനിക്ക് നല്ല ആസ്മ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ. 12ാമത്തെ വയസ്സിലായപ്പോൾ കംപ്ലീറ്റ്ലി മാറി. അപ്പൊ ചൈൽഡ്ഹുഡ് ആസ്മ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു 10 തൊട്ട് 12 വയസ്സ് വരെയാണ് ചികിത്സിക്കുന്നത് മോഡേൺ മെഡിസിൻ. നമ്മൾ ഇടയ്ക്കിടെ ഇൻഹേലർ യൂസ് ചെയ്യണം, ഇടയ്ക്ക് അറ്റാക്സ് വരുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വരും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് മരുന്ന് എടുക്കുമ്പോഴത്തേക്ക് അത് വളരെ കൺട്രോൾഡ് ആയി ഒരു ഏജ് കഴിയുമ്പോൾ തനി അങ്ങ് പോകും. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത പേരൻസ് ആണ് ഈ പിള്ളേരെ ഹോമിയോപ്പതിക്കും ആയുർവേദത്തിനൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുന്നത്, അത് ഈ അറ്റത്താണ് കൊണ്ടുവന്നത്. അതായത് ആയുർവേദ ഹോമിയോപ്പതി ഒക്കെ ചെയ്യുന്നത് 10 വയസ്സല്ല 12, 10 വർഷം വരെ മോഡേൺ മെഡിസിൻ ചെയ്തിട്ട് ഗുണമില്ല എന്ന് തോന്നിയിട്ട് ലാസ്റ്റ് അതായത് 12 ഇയേഴ്സ് ആകുമ്പോൾ എന്തായാലും ഈ സംഭവം പോവും, ആസ്തമ പോവും. ആ സമയത്താണ് പോയിട്ട് ഇവർ ഈ ആയുർവേദ ഹോമിയോപ്പതി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർ വിചാരം ഇത് കഴിച്ചിട്ടാണ് 2 വർഷം കൊണ്ട് പെട്ടെന്ന് പോയത്. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പം ഇത് ശരിക്കും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പല രോഗികളും ഇതുപോലത്തെ ഇതര വൈദ്യങ്ങളിൽ പോവില്ല. ഇനി ചിലവർ പോകുന്നവരിൽ ചിലവരിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ സൈഡ് എഫക്റ്റ് വന്നു പോകുന്നു. ഇപ്പം മനുജ തന്നെ പറഞ്ഞു ഒരു ഫാറ്റി ലിവറിന്റെ ഒരു ഇഷ്യൂ. അപ്പം ഞാൻ തന്നെ പല പേഷ്യൻസിനെയും പല രീതിയിലുള്ള പേഷ്യൻസുകളെ കാണുന്നുണ്ട് ഇവിടെ ഈ ഇതര വൈദ്യങ്ങളിൽ പോയിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നതേ. അപ്പൊ അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു പേഷ്യൻ്റ്, ഇപ്പം ഇവര് ശ്രീലങ്കയിൽ നിന്ന് വന്നാണ്. ആക്ച്വലി ശ്രീലങ്കയിൽ ഈ ആയുർവേദം ഭയങ്കര സംഭവം കേട്ടോ. അവരുടെ ട്രഡീഷണൽ മെഡിസിനും ആയുർവേദമൊക്കെ ഭയങ്കരമാണ് ശ്രീലങ്കയിലാ. അപ്പം ഇവിടുത്തെ പല കമ്പനികളും അവിടെ ഇഷ്ടംപോലെ വിറ്റഴിക്കുന്നുണ്ട് ഈ പ്രോഡക്ട്സ് ഒക്കെ. അപ്പം ശ്രീലങ്കയിൽ നിന്ന് അവിടെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് അമ്മയായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഇവര് പറഞ്ഞു ലിവറിൽ ഭയങ്കര ഫാറ്റി ലിവറാണ്, അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് സിവിയർ ഫാറ്റി ലിവർ എന്ന് പറയുന്നു. ലിവർ ഫങ്ഷൻസിൽ കുറച്ച് ചേഞ്ചസ്, അതായത്
നമ്മൾ LFT എന്ന് പറയുന്ന ലിവർ ഫംഗ്ഷൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് AST, ALT, SGOT, SGP എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വാല്യൂസ് ഉണ്ട് ലിവറിന്റെ ഫംഗ്ഷൻസ് കാണിക്കുന്നത്. ലിവറിൽ എന്തെങ്കിലും ഇഞ്ചറിയോ ഡാമേജോ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടും. അപ്പം ഇവരുടെ ഇതിങ്ങനെ ഒരു മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അതായത് SGOT, SGP 200, 300 ആ റേഞ്ചിൽ. എന്നിട്ട് അവിടുത്തെ ഡോക്ടർമാർ പല ടെസ്റ്റ് ചെയ്തിട്ടും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അവർക്ക് ഡയബറ്റീസ് ഇല്ല, അവർക്ക് അമിത വണ്ണമില്ല, അവർക്ക് ഷുഗറിന്റെ അസുഖമോ ഈ തൈറോയിഡിന്റെ അസുഖമോ വേറെ മരുന്നുകൾ, അതായത് ഇപ്പം പ്രഷറിനുള്ള മരുന്നോ ഈ തലവേദനയ്ക്കുള്ള മരുന്നുകൾ, അങ്ങനത്തെ ലോങ് ടേം ആയിട്ട് മരുന്നുകളൊന്നും കഴിക്കുന്നുമില്ല. അപ്പം ഒരു അസുഖം ഇല്ലാത്ത ആള് നമുക്ക് ഫാറ്റി ലിവറിന്റെ അവർ മദ്യപിക്കുന്നുമില്ല, മദ്യപിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവറിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും അവസാനം എൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് നമ്മൾ ഈ ഹിസ്റ്ററി എല്ലാം എടുക്കുകയാണ്, എല്ലാം നെഗറ്റീവ്. അപ്പോഴാണ് ഞാൻ ഈ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാണ് അവർ ഒരു 3 മാസമായിട്ട് ഒരു ലേഹ്യം സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ലേഹ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവർക്ക് ഇടയ്ക്കിടെ തലകറക്കമുണ്ട്, ഈ ചെവിയുടെ ബാലൻസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം ആരോ പറഞ്ഞു ഏതോ ഒരു ലേഹ്യം, ആ ലേഹ്യത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ കിട്ടുന്ന ഒരു ലേഹ്യമാണ്. പക്ഷെ ഇവിടെ നിന്നാണത്, ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അങ്ങോട്ട്. ആ ലേഹ്യം കഴിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇതൊക്കെ സ്റ്റാർട്ടായത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ലേഹ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കൂടുതലും നെയ്യാണ്, ഭയങ്കര ഹൈ ആയിട്ട് നെയ്യാണ്. എന്നിട്ട് ആ വൈദ്യൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഇത് തേനിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പൊ ഈ ലേഹ്യവും തേനുമാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. ഭയങ്കര സിവിയർ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന 2 സാധനങ്ങളാണ്, ഒന്ന് തേൻ, ഒന്ന് നെയ്യ്. ഭയങ്കര സാച്ചുറേറ്റഡ് ഫാറ്റും മറ്റേത് ഫ്രക്ടോസും ആണ് കൂടുതൽ. അപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ഫാറ്റി ലിവർ വന്നത്. അപ്പം അതങ്ങ് നിർത്തി 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് റിവ്യൂ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫാറ്റി ലിവർ പോയി, കംപ്ലീറ്റ് ലിവർ ടെസ്റ്റ് നോർമലേ. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് സെറ്റിലാക്കി വിടുന്ന ആൾക്കാരുണ്ട്. ഇനി ഇതിന്റെ വേറൊരു മറുവശമുണ്ട്. എൻ്റെ അടുത്തൊരു ദിവസം ഒരു കുട്ടി വന്നിരുന്നു. അത് ഞാനിപ്പോൾ 2018 ഇത് ഈ ഞാൻ എറണാകുളം മെഡിക്കൽ സെന്റർ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി വന്നു. അതിൻ്റെ കുട്ടി വന്നപ്പോൾ തന്നെ ഞാൻ എമർജൻസിയിലാണ് കാണുന്നത്. കുട്ടിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കുറച്ചൊരു വിട്ടുവിട്ടാണ് സംസാരിക്കുന്നത്. പേരൻസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മൂളുകയും പിച്ചുമ്പയും പറയും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. നല്ല മഞ്ഞളിപ്പ്, കണ്ണൊക്കെ നല്ല കടും മഞ്ഞയാണ്. അപ്പം നല്ല സിവിയർ ജോണ്ടിസ് ആണ്. ഒരു 2 ആഴ്ചയായിട്ട് ജോണ്ടിസ് തുടങ്ങി. അപ്പം ജോണ്ടിസിന്റെ കൂടെ ഈ പിച്ചുമ്പയും പറയുന്നത് ഒട്ടും നല്ല സൈൻ അല്ല. അതിന്റെ അർത്ഥം ലിവറിൽ എന്തോ വലിയ ഡാമേജ് വന്നിട്ട് നമ്മുടെ ബ്രെയിനും ഫെയിൽ ആയെന്നാണ്. അപ്പൊ ബ്രെയിൻ ഫെയിലർ സംഭവിച്ചു തുടങ്ങിയാൽ അതിന്റെ അർത്ഥം അത് അക്യൂട്ട് ലിവർ ഫെയിലർ എന്ന് പറയും. അതായത് ഹെൽത്തി ആയിട്ടിരുന്ന ഒരു ലിവർ പെട്ടെന്ന് ഫെയിൽ ആവാൻ തുടങ്ങി എന്നുള്ളതിന്റെ വലിയൊരു സൈനാണത്. അത് ഒട്ടും നല്ലതല്ല, എസ്പെഷ്യലി പിള്ളേരിൽ ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പം ഇവർ ആ 2 ആഴ്ച അവിടെ മഞ്ഞപ്പിത്തം തുടങ്ങിയ സമയത്ത്, ഇവർ നോർത്ത് കേരള എന്നാണ് വരുന്നത്. അവിടുന്ന് മഞ്ഞപ്പിത്തം തുടങ്ങിയ സമയത്ത് പല സ്ഥലങ്ങളിൽ ചെന്ന് കാണിച്ചു ഡോക്ടർമാരെ ഈ മഞ്ഞപ്പിത്തത്തിന് കാരണം കണ്ടുപിടിക്കാൻ. അപ്പം അവർ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള കാരണങ്ങളെല്ലാം നോക്കി. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് E. അതുകൂടാതെ പിള്ളേരിൽ നമ്മൾ കാണുന്ന ഒരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ട് ലിവറിൽ കേടുവരുന്ന ഒരു അസുഖമുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. ആന്റിബോഡിയൊക്കെ ഉണ്ടായിട്ട് ലിവറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അസുഖം. അതൊക്കെ നോക്കി എല്ലാം നെഗറ്റീവാണ്. അപ്പം ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അവർ സപ്പോർട്ട് കെയർ ഒക്കെ കൊടുക്കുന്നു. പക്ഷെ പയ്യെ മഞ്ഞപ്പിത്തം കൂടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് അത് ബ്രെയിനിനെ ബാധിച്ച് ഒരു കോമയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയും, ബ്രെയിൻ ഫെയിലർ. ഈ ഭയങ്കര സിവിയർ ജോണ്ടിസ് വന്നിട്ട് പിള്ളേരിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് അവർ റെഫർ ഔട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഈ അവരുടെ ടെസ്റ്റുകളൊക്കെ നോക്കി, അവർ വളരെ പക്കയായിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്, ഒക്കെ നെഗറ്റീവാണ്, ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഈ കുട്ടിക്ക് സാധാരണ ചിലപ്പം അമ്മമാര് അല്ലെ മാതാപിതാക്കള് അറിയാതെ പാരസ്റ്റമോളിന്റെ ഡോസ് കൂട്ടിക്കൊടുക്കും. ഭയങ്കര പനിയൊക്കെ വരുമ്പം എക്സ്ട്രാ ആയിട്ട് ചിലപ്പം മരുന്ന് കൊടുത്ത് അങ്ങനെ പാരസ്റ്റമോളിന്റെ ഓവർ ഡോസ് കാരണം ഇങ്ങനെ വരാം. അപ്പം നമ്മൾ പാരസ്റ്റമോളിന്റെ അളവൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തു. ബ്ലഡ് ചെക്ക് ചെയ്തിട്ടും അതൊക്കെ നോർമലാണ്. ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത്, ഇത് ഈ മഞ്ഞപ്പിത്തം തുടങ്ങിയതിന് 1.5 ആഴ്ച മുമ്പ് ഈ കുട്ടിക്ക് നല്ല ചുമയായിരുന്നു, എന്തോ ഒരു ഫ്ലൂ വന്നിട്ട് നല്ല ചുമയായിരുന്നു. അപ്പൊ ചുമ കാരണം അവര് ഒരു പൾമണോളജിസ്റ്റ്, ഒരു ലങ്സിന്റെ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിച്ചു, ഇൻഹേലറൊക്കെ മേടിച്ചു. പക്ഷെ എന്നിട്ടും രാത്രി ചുമ കുറയുന്നില്ല, ഭയങ്കര സിവിയർ കഫായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഇവരുടെ അയൽക്കാരൻ പറഞ്ഞ് ഏതോ ഒരു വൈദ്യനുണ്ട് അവിടെ, എന്തോ ഒരു ചൂർണന്മാര് എന്തോ ഒരു സംഭവം കൊടുക്കും, അത് കഴിച്ചാൽ അപ്പം തന്നെ ചുമ മാറും എന്ന് പറഞ്ഞ് ഇവരവിടെ പോയി ഈ ചൂർണം മേടിച്ച് ഈ കുട്ടിക്ക് 3 നേരമായിട്ട് ഈ 2-3 സ്പൂൺ വെച്ച് ഈ ചൂർണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചൂടുവെള്ളത്തിൽ കലക്കി. ഈ ചൂർണം കഴിച്ച് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ മഞ്ഞപ്പിത്തവും വല്ലായ്മയൊക്കെ തുടങ്ങിയത്.
അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ചൂറിന് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അവരോട് പറഞ്ഞു ഇതൊന്ന് കൊണ്ടുപോവാ, സംഭവം എന്താ നോക്കാമല്ലോ. അപ്പൊ ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ അതിന്റെ പുറകിൽ എഴുതിയിട്ടിരിക്കുക ഏതൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ പുറകിൽ എഴുതിയേക്കുന്നത് ചിറ്റാമൃതാണ്, ഗിലോയ്. ഗിലോയ് എന്ന് പറയുന്ന ഒരു ഹെർബ്, അത് ഹിന്ദിയിൽ നമ്മൾ ഗിലോയ് എന്ന് പറയുന്നത്, നമ്മുടെ മലയാളത്തിൽ ചിറ്റാമൃതം എന്ന് പറയും. അപ്പൊ ചിറ്റാമൃത് ഈ ചുമയ്ക്കും പനിക്കും അതിനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ചിറ്റാമൃതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ലിവർ ടോക്സിക് ആണ് ഈ സാധനം. അതിനകത്ത് ഫ്യൂറനോ ഡൈറ്റെർപിനോയിഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്. ഒരു നാച്ചുറലി ഉള്ള ഒരു കെമിക്കലാണ് ഈ ചിറ്റാമൃതത്തിനകത്തുള്ളത്. ഈ ഫ്യൂറനോ ഡൈറ്റെർപിനോയിഡിന്റെ ഒരു പ്രത്യേകത, അത് ലിവറിൽ സിവിയർ ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് കഴിച്ച് ഈ കുട്ടിക്ക് ഗിലോയ്, അതായത് ചിറ്റാമൃത് മൂലമുള്ള ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് ലിവർ ഫെയിലിയർ പോയി. ഇവ ലിവർ ഫെയിലിയർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാട് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പ്ലാന്റ് ആണ്. പക്ഷേ വേറെ ഒരു ഓപ്ഷൻ, ഇവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സ്ഥിതിയൊന്നുമില്ല, അവർക്ക് അത്രയും പൈസയോ അവർക്ക് ഡോണറോ, അവർ ആകെയുള്ള ഒരു കുട്ടിയാണത്, കുട്ടിക്ക് ഏകദേശം 8 വയസ്സാണ്. ഡോണറോ പൈസയോ അങ്ങനെ ഒന്നുമില്ല. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത പക്ഷം ഒരു 70 തൊട്ട് 80% വരെ കുട്ടികൾ, ഈ ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ. അപ്പം ട്രാൻസ്പ്ലാന്റും പറ്റുന്നില്ല, നമുക്ക് സപ്പോർട്ടിംഗ് കെയർ കൊടുത്തിട്ട് കുട്ടി ശരിയാകുന്നില്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പം മാതാപിതാക്കള് ആകപ്പാടെ ഡെസ്പറേറ്റ് ആണ്, കുട്ടി അത്ര സിക്ക്. ഡോക്ടർമാരും ഇപ്പൊ എൻ്റെ അടുത്ത് ഞാനുള്ള റെസ്പോൺസിബിൾ ആ കുട്ടിയുടെ ലൈഫിന്. ഇപ്പൊ ഞാനും വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒന്ന് ആലോചിച്ച്, ഈ കുട്ടികള് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അസുഖം വന്ന് ആ അസുഖം ഒരു കുട്ടിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടർമാർക്ക് പോലും. നമ്മുടെയൊക്കെ ഞാനൊക്കെ ഒരു ജീവശവമായിട്ടാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. ഇഷ്ടംപോലെ കേസ് അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് അറ്റ കൈക്കാണ് നമ്മൾ സ്റ്റെറോയിഡ് തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചിറ്റാമൃതിന്റെ ഒരു ഗുണം, ചിറ്റാമൃതിന്റെ ഗുണമല്ല, ചിറ്റാമൃത് മൂലം ലിവർ ഇഞ്ചുറി വരുവാണെങ്കിൽ ഒരു ഗുണമുള്ളത്, അത് സ്റ്റെറോയിഡ് കൊടുത്താൽ ചിലപ്പോൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും, ആ നീർക്കിട്ട് ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ പൾസ് തെറപ്പി എന്ന് പറയും, ഹൈ ഡോസ് സ്റ്റെറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ ഒരു 3 ഡേയ്സിനുള്ളിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു. പെട്ടെന്ന് അതിന്റെ മഞ്ഞപ്പിത്തൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പയ്യെ കുട്ടി എഴുന്നേറ്റ് വന്നു, വളരെ അലേർട്ടായി. ഏകദേശം ഒരു 3 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ ആള് ആ സെയിം ലിവറായിട്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസും നമ്മളിൽ വന്നിട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് നമ്മളൊരു ഫാറ്റ് ലിവർ മാതിരി കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് വിടുകയും, ഇതുപോലെ മരണത്തോട് മൽപ്പിടുത്തം പിടിക്കുന്ന പിള്ളേര് വരെ ഈ ആയുർവേദ മരുന്നും പച്ചമരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. വളരെ അതായത് ഇതൊന്നും സത്യത്തിൽ ആളുകൾ അറിയുന്നില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഡെയിലി ഡോസിൽ നമ്മുടെ അമ്മമാർക്ക് ഉള്ളൊരു വല്യമ്മമാർ, മുത്തശ്ശി ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയപ്പോ എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആണ്, കാലങ്ങളായി ഉള്ളതാണ്. അപ്പൊ എന്റെ വല്യമ്മ എനിക്ക് പറഞ്ഞു തന്നത് പാണനില അരച്ച് തിന്നാൽ മതി മൈഗ്രെയിൻ മാറിക്കോളും. ഞാൻ ഇത് പറയാനുള്ള കാരണം, ഇത് നമുക്ക് കിട്ടുന്ന ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ലൊക്കാലിറ്റിയിൽ അവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തലമുറകളായി മാറുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള ജനറേഷൻ അത് ചിലപ്പോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആയുർവേദ അല്ലെങ്കിൽ പേര് മാറ്റി വിളിക്കുന്ന സിദ്ധവൈദ്യ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ലാതെ ഇങ്ങനെ നാട്ടറിവുകൾ കിട്ടുന്ന കുറവ്. അർബനൈസേഷൻ വന്നതോടുകൂടി അതൊക്കെ മാറിയിട്ടുണ്ട്. ഡെയിലി ലൈഫിലും കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ABC ജ്യൂസ് വളരെ ട്രെൻഡിങ് ആണ്, അല്ലെങ്കിൽ നെല്ലിക്ക പിഴിഞ്ഞു കുടിച്ചാൽ എന്താ പറയാ ഡെയിലി ലൈഫിൽ ഇതൊക്കെ നല്ലതാണ്. എന്താ പറയാ നമുക്ക് ഡീറ്റോക്സ് ചെയ്യുക പോലെയുള്ള കുറെ പരിപാടികളുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇതൊരു ട്രെൻഡാണ്, ഈ ഡീറ്റോക്സും ഇങ്ങനത്തെ ഈ ഫാഡ് തെറപ്പി എന്ന് പറഞ്ഞ FAD, ഫാഡ് തെറപ്പീസ്. അപ്പൊ അത് ഇതര വൈദ്യങ്ങളിലൊന്നും പെട്ടതല്ല. അതൊരു വെൽനെസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. ഇതിനേക്കാളും ഒക്കെ ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനെസ് ഇൻഡസ്ട്രി. അവരിലാണ് ഈ ഡീറ്റോക്സ് ഒക്കെ വരുന്നത്. അപ്പം അതിനകത്ത് ഈ പറയുന്ന പോലെ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവം, നെല്ലിക്ക ജ്യൂസാണ്, ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ നെല്ലിക്കൊക്കെ യൂസ് ചെയ്യാറുള്ളതല്ലേ. ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കണം. ഇപ്പം ഞാനിപ്പം ഏകദേശം എനിക്കൊന്നൊരു 5-6 മാസം മുമ്പെന്ന് തോന്നുന്നു ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. ഒരു ലേഡി, എനിക്കൊന്ന് അവർക്ക് ഒരു 56 വയസ്സുണ്ടാവും. അവരെ എൻ്റെ അടുത്ത് ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടർ അവരെ കണ്ടതോടെ വേറെ ഒന്നും നോക്കാതെ നേരെ എൻ്റെ അടുത്തോടെ അങ്ങ് പറഞ്ഞു വിടുകയാണ്, ലിവർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഇവര് പേടിച്ച് വിറച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഇവരെൻ്റെ അടുത്ത് വരുന്നു, ഞാൻ നോക്കുമ്പോൾ ഇവർ ശരിക്കും നല്ല മഞ്ഞളിച്ചിരിക്കുന്നതേ, ദേഹമൊക്കെ മുഴുവൻ മഞ്ഞളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ ഞെടിപ്പോയി. പക്ഷെ പേഷ്യൻ്റ് ആള് ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്, സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അത്രയും മഞ്ഞളിപ്പ് വരുമ്പം ലിവർ ഫെയിലർ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പേഷ്യന്റ് വളരെ സിക്കായിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടതാണ്. പക്ഷെ ഇവർ നടന്നു കയറി എൻ്റെ അടുത്ത് വരുന്നത്. അവരൊരു ലെറ്റർ തന്നു. ലെറ്ററിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് അവർ ഡോക്ടർ എഴുതിയേക്കുന്നത് റെഫറിങ് ദിസ് പേഷ്യന്റ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് റെഫർ ചെയ്യാണ്, മഞ്ഞപ്പിത്തം കൂടി ഭയങ്കര പ്രശ്നവും, ട്രാൻസ്പ്ലാന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് എഴുതിയേക്കാണ്.
അവരൊന്നിരുന്നു, ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ മാത്രം വലിയ മഞ്ഞളിപ്പില്ല, പക്ഷെ ദേഹമാസകലം ഭയങ്കര മഞ്ഞളിപ്പാണ്. അത് തന്നെ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പം ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പൊ അതൊക്കെ നെഗറ്റീവാണ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി എല്ലാം നെഗറ്റീവാണ്. ഇവർക്ക് ആകപ്പാടെ ഉള്ളത് ഡയബറ്റീസ് ആണ്. ഈ ഷുഗർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ചോദിച്ചു വന്നപ്പം ഈ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഇൻസുലിൻ എടുക്കാൻ ഭയങ്കര പേടി. ആൾക്കാർ വിചാരം ഇൻസുലിൻ എടുത്താൽ കിഡ്നി അടിച്ചു പോകുന്നതാണ്. നേരെ തിരിച്ചാണ്, ഇൻസുലിൻ എടുത്തില്ലെങ്കിലാണ് കിഡ്നി അടിച്ചു പോകുന്നത്, ഷുഗർ കൂടിയിട്ടേ. അപ്പം ഇവർക്ക് ഈ കീമോഫോബിയാണ്, കെമിക്കൽ ഇൻസുലിൻ പുറത്തും തരുന്നു. ഇൻസുലിൻ ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണാണ്, അത് പുറത്തും തരുന്നതേ ഉള്ളൂ, അല്ലാതെ അത് ഫാക്ടറി ഉണ്ടാക്കിയ കെമിക്കലൊന്നും അല്ല. നമുക്ക് ദേഹത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഇവര് ഞാൻ പറഞ്ഞുതരാം, വളരെ പ്രസക്തമായ ഒരു നാച്ചുറോപ്പതി സെന്റർ ആണ് ഇവിടെ, മറിയൻ വെൽനസ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഡോക്ടർ അല്ല, ഒരു നാച്ചുറോപ്പത്ത് ഉണ്ട്, അയാൾ എപ്പോഴും യൂട്യൂബിലൊക്കെ വരുന്നത്. അപ്പം അവിടെ പോയ ആരോ ഇവരുടെ അടുത്ത് പറഞ്ഞു ABC ജ്യൂസ് കുടിച്ചാൽ, അയാളുടെ ഒരു വീഡിയോ, മനോജ് ജോൺസന്റെ ഒരു വീഡിയോയിൽ ABC ജ്യൂസ് കുടിച്ചാൽ ലിവർ ടോക്സ്, ഈ ഷുഗർ അതൊക്കെ ശരിയാവുന്നുള്ളതിന്റെ ഏതൊരു വീഡിയോ ഉണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ട ഒരാൾ ഇവരുടെ അടുത്ത് പറഞ്ഞു ABC ജ്യൂസ് കുടിച്ച് നോക്കുക, എന്നിട്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്താൽ മതി, ശരിയായിക്കോളും. ഇവര് 3 മാസം രാവിലെയും വൈകുന്നേരവും ABC ജ്യൂസ് കുടിയാണ്. അതായത് ഈ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അടിച്ച് പിഴിഞ്ഞ് രാവിലെ 200 ml വൈകുന്നേരം 200 ml വെച്ച് കഴിക്കുകയാണ്. അത് ചുമ്മാ നടക്കാൻ പോകും ഒരു 40 മിനിറ്റ്. 3 മാസത്തിനുള്ളിൽ ഇവർ ഇതുപോലെ മഞ്ഞളിച്ചു തുടങ്ങി. അതിന്റെ ഒരു കാരണമുണ്ട്. ഈ ബീട്രൂട്ടിനകത്തും ക്യാരറ്റിനകത്തൊക്കെ കാരോട്ടീൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്, ഒരു പിഗ്മെന്റ് ആണ്. അതാണ് ഇതിന് കളർ കൊടുക്കുന്നത്, ഈ ക്യാരറ്റും ബീട്രൂട്ടിനൊക്കെ. അപ്പൊ അമിതമായിട്ട് നമ്മൾ ഈ ബീറ്റ കാരോട്ടീൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചാൽ നമുക്ക് ആ മഞ്ഞളിപ്പ് വരും, നമ്മുടെ സ്കിന്നിൽ ആ കളർ കയറി പിടിക്കും. അപ്പൊ ഇവർക്ക് ശരിക്കും മഞ്ഞപ്പിത്തം അല്ലായിരുന്നു, ഇവർക്ക് കരോട്ടിനീമിയ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. ഈ കഴിച്ചോണ്ടിരുന്ന ഈ ABC ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന കാരണം ഇവരുടെ ദേഹമാസകലം മഞ്ഞച്ച്, അതിനകത്തെ പിഗ്മെന്റ്സ് കാരണം. അപ്പൊ നാച്ചുറോപ്പതി തന്നെയാണത്, നാച്ചുറലി അവർക്ക് കളർ മാറിയതാണ്. ഞാൻ വേറെ കാര്യം, അവരുടെ ഷുഗറിന്റെ HbA1c എന്ന് പറയുന്നത് 10 മുകളിലായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും. അപ്പൊ ഷുഗറും കൺട്രോൾ ആയില്ല, ഇവര് കംപ്ലീറ്റ്ലി മഞ്ഞച്ചും പോയി. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഡോക്ടർമാരെ കാണാൻ, അവിടെ എൻഡോക്രോളജിസ്റ്റിനെ കാണിച്ചു, ഇൻസുലിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഈ ABC ജ്യൂസ് പരിപാടി മുഴുവൻ നിർത്തി. 3 മാസത്തിനുള്ളിൽ ഇവരുടെ കളർ പഴയതുപോലെ. അപ്പൊ അവർക്ക് ലിവർ ഫെയിലറോ മഞ്ഞപ്പിത്തോ ഒന്നും ഇല്ലായിരുന്നു. ഇതിന്റെ കാരണം ABC ജ്യൂസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു രസകരമായ സംഭവം നടന്നിട്ടുണ്ട്. അവര് തന്നെ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് അവരൊക്കെ കേൾക്കുന്നത്. അപ്പം ഈ ABC ജ്യൂസ് കഴിക്കുന്ന ആൾക്കാരോട് ഇതാണ് പറയാനുള്ളത്: ആപ്പിൾ കഴിച്ചോ, ബീട്രൂട്ട് കഴിച്ചോ, ക്യാരറ്റ് കഴിച്ചോ, നമ്മുടെ തോരനിലോ ഫ്രൂട്ട് സാലഡിലോ ഒക്കെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം കൂടി എടുത്ത് കഴിച്ച് ഇതുപോലെ മഞ്ഞച്ച് ഡോക്ടർമാരുടെ അടുത്ത് പോകരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർ, ഈ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ഡെയിലി ലൈഫിൽ കുറെ രോഗങ്ങളുണ്ട്, പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആളുകളെല്ലാം ചെയ്യുന്നത് ഇപ്പോ പല പേര് തന്നെയുണ്ട്. ഇപ്പോ പ്രമേഹ കൊല്ലി എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. രാവിലെ ഒരു ഇല തിന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രമേഹം തന്നെ പോകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം എന്തെങ്കിലും വയറിന് വേദന വരുമ്പോൾ മഞ്ഞൾ അരച്ചു കുടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചെവിക്കകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് വെളിച്ചെണ്ണയും എന്താ പറയുക ഉപ്പും ഒക്കെ മൂപ്പിച്ചിട്ട് ചെവിയിൽ ഒഴിക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നാട്ടിൻപുറത്തുള്ള ചികിത്സകളുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെയാണ് അതിഭീകരമായിട്ടുള്ള ഇപ്പൊ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ എയ്ഡ് മേടിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ ആശുപത്രികളും ഒക്കെ ഉണ്ട്. അപ്പൊ സത്യത്തിൽ ഇത് ആരുടെ പ്രശ്നമാണെന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സത്യം എനിക്ക് വന്നത് പ്രമേഹ കൊല്ലി എന്ന് പറയുന്ന കറക്റ്റ് പേരാട്ടോ. പിന്നെ ആളില്ലെങ്കിൽ പ്രമേഹം ഇല്ലല്ലോ, പേഷ്യന്റ് ഉണ്ടെങ്കിലല്ലേ പ്രമേഹം ഉള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആണ്, അവരെ പേരിട്ടേക്കുന്നത് തന്നെ കറക്റ്റ് ആണ്. ഇപ്പൊ ഇതുപോലെ പല പല കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കോട്ടക്കലെ പ്രോഡക്ട്സ്, ഇപ്പം ഞാനിപ്പോ ആയുർവേദത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേ, അതായത് ഈ ആയുർവേദ മരുന്ന് കഴിച്ചിട്ടാണ് ഈ രോഗിക്ക് പ്രശ്നം വരുന്നത് പറയുമ്പോൾ അവർ പറയും ഈ ആയുർവേദ മരുന്ന് ശരിയല്ല, കോട്ടക്കലുള്ളതാണ് ശരി എന്ന് പറയും. അതും തെറ്റാണ്. കോട്ടക്കിലുള്ള പല പ്രോഡക്ട്സും ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ചിലതിനകത്തെ മെർക്കുറി ലെവൽസ് ഒക്കെ കണ്ടാൽ നമ്മുടെ തല അടിച്ചു പോകും, അത്രയ്ക്കാണ് മെർക്കുറി ലെവൽസ് ഒക്കെ കോട്ടക്കിലെ ചില പ്രോഡക്ട്സ് നമ്മൾ കണ്ടേക്കുന്നത്. അതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. അപ്പം ഈ 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഈ പരമ്പരാഗതമായിട്ടുള്ള ചിന്തകൾ, അതായത് ഇപ്പൊ നമ്മൾ ജനറേഷണൽ നോളജ്, ഇപ്പൊ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെവിക്കകത്ത് എണ്ണ ഒഴിക്കുക, ഉപ്പിടുക, ഈ പരിപാടിയൊക്കെ. അത് കൂടാതെ സോഷ്യൽ മീഡിയ, പിന്നെ പ്രിന്റ്, നമ്മുടെ ടെലിവിഷൻ, ഇതിനകത്തു നിന്നൊക്കെ നമുക്ക്
കിട്ടുന്ന കുറെ വിവരക്കേടുകൾ. ഇപ്പം പതാഞ്ജലിക്ക് അവരുടെ തന്നെ ഒരു ചാനലൊക്കെ ഉണ്ട്. ആ ചാനൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, ആ ചാനൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ അങ്ങനെയും കുറെ മിസ്ഇൻഫോർമേഷൻ പലതായിട്ട് വരുന്നുണ്ട്. അപ്പം ഗവൺമെന്റ്, നമ്മുടെ കേരളം ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ് ആണ്. ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു പരിപാടി ഇവിടെ ഉണ്ട്. ഗവൺമെന്റ് സ്പോൺസർഡ്, അതായത് പബ്ലിക്കിന്റെ പൈസ വെച്ച് ആയുർവേദ മരുന്ന് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് സ്പോൺസർഡ് ആയിട്ടുള്ള ആയുർവേദ ഫാക്ടറി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഔഷധി എന്ന് പറഞ്ഞിട്ട് എന്ത് വേസ്റ്റ് ഓഫ് മണിയാണെന്ന് ആലോചിക്കണം. ഒരു തവണ ഈ ഔഷധിയുടെ വെബ്സൈറ്റിൽ പഞ്ചഗവ്യം, അതായത് ഈ പശുവിന്റെ ചാണകം, പാല്, നെയ്യ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം പഞ്ചഗവ്യം. 5 ഈ പശുവിൽ നിന്ന് കിട്ടുന്ന 5 സാധനങ്ങൾ മിക്സ്, യൂറിൻ അതൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പഞ്ചഗവ്യം. ഭയങ്കര ആയുർവേദത്തിൽ ട്രഡീഷണലി ഭയങ്കര സംഭവമാണ് അത്. അപ്പൊ അത് കഴിച്ചാൽ അപസ്മാരം വരെ മാറും എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇവരുടെ വെബ്സൈറ്റിൽ. അത് പിന്നെ എനിക്കൊന്ന് ക്യാപ്സ്യൂൾ കേരള അത് ഏറ്റെടുത്ത് അതൊക്കെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി. അപ്പൊ അത് അത്രയ്ക്ക് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗവൺമെന്റ് തന്നെ സയന്റിഫിക് ടെമ്പർ ഒട്ടുമില്ല. 0 സയന്റിഫിക് ടെമ്പറാണ്. ഹോമിയോപ്പതിയുടെ ഫ്ലെക്സ് ബോർഡ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് വരുമ്പോൾ അതിൽ നമുക്ക് ഓബ്വിയസ്ലി നാട്ടുകാരും ഇതുപോലെയൊക്കെ തന്നെ ചിന്തിക്കുള്ളൂ. എന്നുവെച്ചാൽ ഗവൺമെന്റ് പറയുന്നതാണല്ലോ, അപ്പൊ അതിനകത്ത് എന്തോ ഒരു അതോറിറ്റി എന്നുള്ള വിചാരമാണ്. അപ്പൊ ഇതൊക്കെ ഫോൾസ് ആണ്. ഇപ്പൊ ഗവൺമെന്റ്, ഇപ്പം നമ്മൾ പറയാം ആയുർവേദം പഠിക്കുന്നത് ശരിയല്ല, ആയുർവേദം പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നത് ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് ലൈഫാണ്. ഞാൻ പിള്ളേരുടെ അടുത്ത് പറയുന്നതാണ്, ഈ നീറ്റൊക്കെ എഴുതുന്ന പിള്ളേരുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല വെറ്റിനറിക്ക് പോകും, ഡെന്റലിന് പോകും, ഒന്നും വേണ്ട, നിങ്ങൾ ബിസിനസ് പോയി ചെയ്യുക, പക്ഷെ ഈ സാധനം ചെയ്യരുത്. ഹോമിയോപ്പതി ആയുർവേദം ഒരിക്കലും ചെയ്യരുത്. വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്, കപടശാസ്ത്രങ്ങളാണ്, ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയാണ് അതൊക്കെ. അപ്പൊ എന്തുകൊണ്ട് ഞാനത് പറയുമ്പോഴത്തേക്ക് എന്നെ കടിച്ചു കയറാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത് പഠിപ്പിക്കുന്നത്? BAMSന് 5 കൊല്ലം കോഴ്സ്, BHMSന് 5 കൊല്ലം കോഴ്സ്, സിദ്ധവൈദ്യ 5 കൊല്ലം കോഴ്സ് ഉണ്ട് ഇവിടെ. അപ്പം ഗവൺമെന്റ് തന്നെ അവരുടെ ഒരു എന്താ പറയുന്നത്, അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഹെൽത്ത് കെയറിൽ, ചികിത്സാ രീതികളിലും ഹോസ്പിറ്റൽസിലും പബ്ലിക് ഹെൽത്തിലും നമ്മുടെ ഈ പറയുന്ന പോലെ പ്രൈമറി കെയറിലൊക്കെ വളരെ ഗ്യാപ്സ് ആണ് നമ്മുടെ നാട്ടിൽ. ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഇതര വൈദ്യങ്ങളൊക്കെ പഠിപ്പിച്ച ആൾക്കാരെ കയറ്റിവിടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഇവിടെ സർവൈവ് ചെയ്യുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും യൂറോപ്പിലെ കൺട്രീസിലും ഫ്രാൻസിലും ഒന്നും ഒക്കെ എവിടെയാണ് ഇത്ര 5 കൊല്ലമൊക്കെ ഇതര വൈദ്യങ്ങൾ പഠിപ്പിക്കുന്നത്? ഒരു സ്ഥലത്തും ഇല്ല, നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അത് ഗവൺമെന്റിന്റെ, ഈ ഗവൺമെന്റ് മാത്രമല്ല എല്ലാ ഗവൺമെന്റ്സിന്റെയും വലിയ ഫെയിലർ ആണത്. ഇതിപ്പോ ഞാൻ കമ്മ്യൂണിസ്റ്റോ BJP കോൺഗ്രസ് ഒന്നും പറയുന്നില്ല, എല്ലാ ഗവൺമെന്റ്സിന്റെയും ഫെയിലർ ആണ്. ഇവിടെ പ്രോപ്പറായിട്ട് പ്രൈമറി കെയർ ഇല്ലാത്ത കാരണം ഈ ഇതര വൈദ്യങ്ങളെ വളരാൻ സഹായിക്കുന്നത് ഭയങ്കര മോശമാണ്. പിന്നെ അതിനൊരു ബിസിനസ് ആംഗിളും ഉണ്ട്. ഗവൺമെന്റ് നല്ല ബിസിനസ്സാണ്. ഇപ്പം ആയുർവേദ പ്രോഡക്റ്റ് എന്ന് എഴുതി വിട്ടാൽ അതിനകത്ത് ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ആണ്. അല്ലാത്ത പ്രോഡക്ട്സിനൊക്കെ ടാക്സ് ഉണ്ട്. അപ്പം കുറെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഇതിവിടെ തഴുത്ത് ഇങ്ങനെ വളരുന്നത്. അത് എപ്പോഴാണ് നന്നാവുന്നത്, ആൾക്കാർക്ക് എപ്പോഴാണ് ബോധം വരുന്നത്, ബോധമുള്ള ഒരു ഗവൺമെന്റ് ആണ് എപ്പോഴാണ് വരുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മളെ ഇതിനൊരു വേറൊരു വശം കൂടി ഉണ്ടല്ലോ, മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ചാൾസ് കിങ് ഇന്ത്യയിലേക്ക് എത്തുന്ന, ആയുർവേദ ട്രീറ്റ്മെന്റിന് വരുന്നു. ഒരുപാട് ആളുകൾ ഇവിടേക്ക് ട്രീറ്റ്മെന്റിന് എത്തുന്നു. ഇവിടുത്തെ സ്പായിലും അല്ലെങ്കിൽ ഇങ്ങനെ ചികിത്സകളിലും ഒക്കെ ആകർഷകരായി ആൾക്കാർ വരുന്നുണ്ട്. ഒരു അപ്പീൽ ടു ദ അതോറിറ്റി പോലെ പലരിപ്പോഴും അങ്ങനെയും കാണിക്കാറുണ്ട്, വിദേശികൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, ഈ ഇതിലൊരു വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം നമ്മുടെ ട്രഡീഷണൽ കുറെ വെൽനസ് തെറപ്പീസ്, ആയുർവേദത്തിൽ ആയിക്കോട്ടെ സിദ്ധവൈദ്യത്തിലായിക്കോട്ടെ, കുറെ വെൽനസ് തെറപ്പീസ്. ഈ വെൽനസ് തെറപ്പീസ് ഒരു ടൂറിസം ആംഗിൾ നോക്കുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അത് നമ്മൾ ഒരു രോഗത്തിന് വേണ്ടി ചികിത്സക്കായിട്ട് കൊടുക്കാതെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൊടുക്കുക. ഇപ്പം മസാജ്, ശിരോധര, ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക്, പുറത്തുനിന്ന് വരുന്നവർക്ക്. അങ്ങനെ ചെയ്തോട്ടെ. നമ്മളിപ്പം അതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഇതര വൈദ്യങ്ങളുടെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് എവിഡൻസ് ഇല്ലല്ലോ. അതായത് ഇത് ഗുണകരമാണെന്നുള്ളതിന്റെ ഒരു തെളിവൊന്നുമില്ല. അപ്പൊ അവർ തെളിവ് ഉണ്ടാക്കിയെടുക്കണം. തെളിവ് ഉണ്ടാക്കിയെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഈ ടെസ്റ്റിമോണിയൽസ് ആണ്, അനക്ഡോട്ട്സ്. അതായത് ചാൾസ് വന്നു, അനുഭവ സാക്ഷ്യങ്ങൾ. ഈ കിങ് ചാൾസ് വന്നു, അല്ലെ പഴയ ഒരു കെന്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഏതോ മകള് വന്ന് കണ്ണൊക്കെ ശരിയാന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ വെറുതെയാണ്. അവരുടെ കണ്ണൊന്നും ശരിയായിട്ടൊന്നുമില്ല. ഈ കിങ് ചാൾസ് ഒക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ വെൽനസ് തെറപ്പിക്ക് വേണ്ടി വരുന്നതാണ്. അത് തന്നെ ഒരു വലിയ ട്രീറ്റ്മെന്റ് ആക്കി ഇവർ മാറ്റുകയാണ്. ഈ മീഡിയയും ആൾക്കാരും ഈ ഇതര വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് എല്ലാം കൂടി അങ്ങനെ
തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആൾക്കാരെ വീഴ്ത്തുകയാണ്, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഇവർക്കത് ഇവരെ തന്നെ വിൽക്കണം. അതായത് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്റെ കഴിവുകളോ എന്റെ നോളജോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും വിൽക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് ഹാവ് ടു സെൽ മൈസെൽഫ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഹോമിയോപ്പതിക്കാർക്ക്, ആയുർവേദക്കാർക്ക് അവർക്ക് നിരന്തരം അവരെ തന്നെ വിൽക്കണം. അവരുടെ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യണം, അഡ്വർടൈസ് ചെയ്യണം, സെല് ചെയ്യണം. അല്ലാതെ അവർക്ക് പേഷ്യൻസോ അവർക്ക് കസ്റ്റമേഴ്സോ ഒന്നും വരില്ല. ഞാൻ പേഷ്യൻസ് അല്ലാട്ടോ വിളിക്കുന്നത്. ആയുർവേദം ചെയ്യാൻ പോകുന്നവരും ഹോമിയോപ്പതി ചെയ്യാൻ പോകുന്നവരൊക്കെ കസ്റ്റമേഴ്സ് ആണ്, അല്ലാതെ പേഷ്യൻസ് അല്ല. പേഷ്യൻസ് ഒക്കെ പോകുന്നത് ശരിക്കും ഡോക്ടർമാരുടെ അടുത്താണ്. അപ്പൊ അങ്ങനെ പ്രൊമോഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ്, ഒരു സമ്പ്രദായമാണ് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ അപ്പീൽ ടു അതോറിറ്റി, അതായത് ചാൾസ് വന്നു, മറ്റേ പ്രൈം മിനിസ്റ്റർ മോൾ വന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കാണിച്ച് ഇവരെന്ത് ചെയ്യുന്നു പറയുന്നത്. അല്ലാതെ ഇവർ ചെയ്തതിന്റെ ഗുണങ്ങളെ പറ്റി ഒന്നും ആരും പറയുന്നില്ല, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മറ്റേ ആരും പറയുന്നില്ല. ഒരു ആയുർവേദക്കാരൻ്റെ അടുത്തോ ഒരു ഹോമിയോപ്പതിക്കാരൻ്റെ അടുത്തോ അവരെ വായ അടച്ചു വെക്കാൻ ഒന്ന് ചോദിച്ചാൽ മതി, അവരുടെ ആ ഗുളിക ഇന്ന അസുഖത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു. അവരെ അവിടെ ആട് കിടന്നിട്ട് പൂട് പോലും കാണത്തില്ല, കംപ്ലീറ്റ് ഒറ്റമാണ്. അതുകൊണ്ട് കുറെ തെറിയും പറയും. ഈ വീഡിയോയുടെ അടിയിൽ കുറെ തെറികൾ വരും ഇനി അതുപോലെ തന്നെ. വളരെ വ്യക്തമാണ് ഡോക്ടർ അബി ഫിലിപ്സ്. സത്യത്തിൽ ആളുകളെ പറ്റിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ ഒരു എന്താ പറയാ, അതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം തന്നെ. അതായത് ആളുകൾക്ക് എന്തായാലും അവർക്ക് അവരുടെ ശരീരം മികച്ചതായിരിക്കണം, ആരോഗ്യം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. അത് സർക്കാരിന്റെ സമ്മതത്തോടു കൂടി ഇവിടെ കുറെ അധികം ആളുകൾ ഇപ്പൊ എന്താ പറയാ, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന പേരിൽ, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് തന്നെയാണ് പറഞ്ഞത്, മെഡിസിൻ എന്നാ പറഞ്ഞത്. അപ്പോ അത് പലപ്പോഴും എന്താ പറയാ കാണിക്കുന്നത് ഈ ഇംഗ്ലീഷ് മെഡിസിൻ അല്ല, അലോപ്പതി എന്ന് പറഞ്ഞുകൊണ്ടല്ല, മോഡേൺ മെഡിസിന്റെ പ്രശ്നങ്ങളല്ല, ഇങ്ങനെയുള്ള ഉണ്ടായിരുന്ന മെഡിസിന്റെ തിക്തഫലങ്ങൾ കാണിച്ചുകൊണ്ട് അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും നാച്ചുറൽ എല്ലാം അത്ര നല്ലതല്ല. അത് ഡെയിലി ലൈഫിൽ നിങ്ങൾ പുലർത്തിപ്പെടുന്ന പല കാര്യങ്ങൾ അടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ അബി ഫിലിപ്സ് മറുനാടിനോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.